നിഖിൽ പ്രമേഷിനൊപ്പം ഇപ്പോൾ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുണ്ട്. നിഖിൽ, നേരത്തെ മന്ത്രി നിലപാട് വ്യക്തമാക്കിയതാണ് ഈ വിഷയത്തിൽ. വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകാം, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ നടപടിയെ കുറ്റപ്പെടുത്തുന്നുമില്ല മന്ത്രി. ഇപ്പോൾ നിഖിൽ പ്രമേഷിൻ്റെ ഒപ്പം വൈദ്യുതി മന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. യെസ് ശ്രീജിത്ത്, ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ മന്ത്രി നമ്മളോട് നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഒറ്റ കാര്യമാണ്, ഈ ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം. അവർ ഇത്തരത്തിൽ ഫീസ് അടയ്ക്കാത്ത ആളുകളുടെ അടുത്തെത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയോ അവരെ ആക്രമിക്കുകയോ ചെയ്ത സാഹചര്യം ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇതിലൊരു മനുഷ്യാവകാശ വിഷയം കൂടി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം തത്സമയം ചേരുന്നത്. മിനിസ്റ്റർ, ഇന്നലെ നമ്മൾ വിശദമായി ഈ വിഷയം സംസാരിച്ചതാണ്. പക്ഷേ അതിൽ ആ കുടുംബത്തിനുണ്ടാവുന്ന, പ്രത്യേകിച്ച് ഈ വൈദ്യുതി കണക്ഷൻ അജ്മലിന്റെ പേരിലല്ല, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലാണ്. അവരടക്കമുള്ള വീട്ടിൽ ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതേപോലെ ജീവനക്കാർക്കുള്ള ബുദ്ധിമുട്ടില്ല. അവരുടെ ഓഫീസിൽ തല്ലി അവർക്കൊരു ജീവന് ഒരു സംരക്ഷണം കിട്ടുന്നുള്ള ഒരു ഉറപ്പ് വേണ്ടേ? അത് ആരെങ്കിലും ഉറപ്പ് കൊടുത്താലല്ലേ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഒരു ഉറപ്പ് കൊടുത്താലല്ലേ അവർക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ നാളെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു ചുറ്റുപാട് വരില്ലേ? കേരളം മുഴുവൻ ഈ പ്രശ്നമുള്ളതല്ലേ? ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞല്ലോ, അപ്പോൾ മന്ത്രി ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകി. ഉറപ്പ് തന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് ഈ വീട്ടുകാർ ഉറപ്പ് നൽകണം, വീട്ടുകാരോ പോലീസോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടണം. ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ആളുകൾ ചോദിക്കുന്നത് KCB കോടതിയാണോ എന്നാണ് ചോദിക്കുന്നത്. കോടതിയല്ലല്ലോ ഉറപ്പ് കിട്ടണ്ടേ? കോടതിയല്ല, KCB അവർ ജീവൻ പണയം വെച്ചിട്ട് പോകുമോ? അല്ല, ജീവനക്കാർക്ക് അവർക്കൊരു സംരക്ഷണം കൊണ്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ നാളെ പോയാൽ ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഓഫീസിൽ കയറിയുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് അജ്മൽ പറയുന്നത്. മറ്റൊന്ന്, ഈ വീട്ടിലുണ്ടായിരുന്ന കുട്ടികളെ അടക്കം ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നും അവർ പറയുന്നുണ്ട്. മന്ത്രിക്ക് ഉറപ്പുണ്ടോ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത്? അങ്ങേക്ക് ഉറപ്പാണോ? അവർ പണം അടയ്ക്കാത്തവർ കട്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. കട്ട് ചെയ്ത് പണം അടച്ചപ്പോൾ അവർ കൊടുക്കുകയും ചെയ്തു. പിന്നെന്തിനാണ് ഈ പ്രശ്നം വരുന്നത്? പിന്നെന്തിനാണ് ഈ പ്രശ്നം വരുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ അജ്മലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാം. പോലീസിൽ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. എതിരായിട്ടല്ലല്ലോ കൊടുത്തിരിക്കുന്നത്, മക്കൾക്കെതിരായിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. കണക്ഷൻ വിച്ഛേദിക്കുമ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ, അവിടുത്തെ ഉമ്മ പ്രായമായ സ്ത്രീയാണ്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്, അവരുടെ പിതാവ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. ജീവനക്കാർക്ക് ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അതിലൊന്നും ന്യായീകരിക്കല്ല, പക്ഷെ ചെയ്തിട്ടുണ്ടാവും. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോകാൻ ധൈര്യമില്ല ആർക്കും. ഇത്ര ധൈര്യമില്ലാത്ത ആളുകളാണോ അങ്ങയുടെ വകുപ്പിൽ ജോലി ചെയ്യുന്ന? ജീവന് ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുമോ? മരിക്കുന്നു തോന്നിയാൽ നമ്മൾ ആരെങ്കിലും പോകും? ഇപ്പോൾ ഒരു കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ പോകുമ്പോൾ അവരെ ആക്രമിക്കുന്ന എങ്ങനെയാണ് മന്ത്രി അങ്ങേക്ക് പറയാം? എങ്ങനെയാ വെച്ചാൽ അതാണ് സാഹചര്യം. അവിടെ ഇപ്പൊ കണക്ഷൻ കൊടുത്ത ശേഷമല്ലേ ആക്രമണം ഉണ്ടായത്? അത്ര ഭീതിതമായ സാഹചര്യമാണോ? ആ കണക്ഷൻ കൊടുത്ത ശേഷം പിന്നെ എന്തിനാ ആക്രമണം ഉണ്ടാകേണ്ട ആവശ്യം പറയും? അപ്പോൾ ഈ വൈകിച്ചതിനെ കൂടി എനിക്കിതാ ഒരു പലിശ എന്ന് പറഞ്ഞ് കൊടുത്താലോ? അത് ഒരു ഉറപ്പ് പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ആരുടെങ്കിലും ഭാഗത്തുനിന്നോ ഇവരില്ല, ഈ ഉടമസ്ഥന്മാരെങ്കിലും ഞങ്ങളെ ഇനി മക്കൾ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഈ നിമിഷം തന്നെ അങ്ങ് വിളിച്ചു പറയും, KCB ചെയർമാനെ വിളിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഞാൻ അതൊക്കെ നിർദ്ദേശം പോയിട്ടുണ്ട്, അവർ ചെയ്യും, ജീവനക്കാരനെ ചെയ്യും. ഇത്തരമൊരു സംഭവം നമ്മൾ മുൻപ് അങ്ങനെ കേട്ട് പരിചയമില്ലാത്തതാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങ് ഉദ്ദേശിച്ചത്. അതെ, അല്ലെങ്കിൽ പണം അടയ്ക്കാത്തവർ അടച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? ഇപ്പോൾ ആദിവാസികളുടെ അടക്കം 10,500 കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ നമ്മൾ സംസാരിച്ച ഒരു ഇളവൊക്കെ കൊടുത്തിട്ട് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി മറ്റേ പട്ടികവർഗ മിനിസ്റ്ററുമായിട്ട് കേളു മിനിസ്റ്ററുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ഇപ്പോൾ അത് കണക്ഷൻ കൊടുക്കുകയാണ്. അങ്ങനെയുള്ള പാവപ്പെട്ടവർ ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹം നേരത്തെയും ഇങ്ങനെ ഈ KCB ഓഫീസിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണോ അങ്ങേക്ക് കിട്ടിയത്? നേരത്തെയും ഇത്തരത്തിൽ ബില്ലടയ്ക്കാത്ത സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമാണ്. ഇത് ഒരു മെസ്സേജായിട്ട് പോകുമല്ലോ. പണം അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മെസ്സേജായാൽ പിന്നെ അങ്ങനെ ഒരു ചിന്ത വരില്ലേ? ജീവനക്കാരെങ്കിലും രാത്രി നമ്മളിപ്പോൾ ഫോണിൽ കിട്ടുകയാണ്, എൻ്റെ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അവർ വന്ന് പോസ്റ്റിൽ കയറി ഇത് ചെയ്യുന്നില്ല. എത്ര ആളുകളാണ് മരിച്ചു വീണത്? അപ്പോൾ അവരുടെ വിഷമം കൂടി അറിയണ്ടേ? അവർക്കൊരു സംരക്ഷണം കിട്ടുന്നുള്ളൊരു തോന്നൽ വേണ്ടേ? അപ്പോൾ നമുക്ക് ഫൈനൽ വേർഡായിട്ട് പറയാൻ പറ്റുക, അവിടുന്ന് ഒരു ഉറപ്പ്, ഞങ്ങളെ ജീവനക്കാരെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ ഒരു ആക്രമണം ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ അടുത്ത നിമിഷം നമ്മൾ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. അതെ അതെ, അതാണ് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം. എന്തായാലും ശ്രീജിത്ത്, മന്ത്രി വ്യക്തമാക്കുന്ന കാര്യം,
തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക്, അതായത് അവിടെ എത്തുന്ന ജീവനക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൂടി ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉറപ്പ്, ഞങ്ങളുടെ ജീവനക്കാർ അവിടെ സുരക്ഷിതരായിരിക്കും എന്നുള്ള ഉറപ്പ് കിട്ടുകയാണെങ്കിൽ അടുത്ത നിമിഷം അവർക്ക് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകാൻ കഴിയുമെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് മന്ത്രിക്കൊപ്പം ചേരുകയായിരുന്നു. മന്ത്രി നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഈ കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകണമെങ്കിൽ ഇനി പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പ് ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണം എന്നുള്ളതാണ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത്.